എല്ലാവർക്കും മിതാഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് മസിൽ ക്രാംസ് അഥവാ കാല് വലിച്ചുകൂടൽ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, എങ്ങനെ തടയാം എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പ്രായഭേദമന്യേ ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ കാല് വലിച്ചുകൂടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് രാത്രി സമയത്ത് കാല് കോച്ചി പിടിക്കുക, കാല് വലിച്ചുകൂടുക എന്നൊക്കെ അതിന് പറയും. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. രാത്രിയിലെ നമ്മുടെ നല്ല ഉറക്കം നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ രാത്രി നല്ല ഉറക്കത്തിന് സമയത്ത് പ്രധാനമായിട്ടും വരുന്ന നമ്മൾ ഉറക്കം കളയുന്ന ഒന്നാണ് ഈ മസിൽ ക്രാംസ്. അത്ലറ്റ്സിനും വർക്കൗട്ട് ചെയ്യുന്നവർക്കും പ്രഗ്നൻസി ടൈമിലൊക്കെ ഇത് കോമൺ ആണ്. പക്ഷേ സാധാരണക്കാർക്കും ഒത്തിരി പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഫ്യൂ സെക്കൻഡ്സ് തൊട്ട് മിനിറ്റുകൾ വരെ ഈ പെയിൻ നീണ്ടു നിൽക്കാം. അത് ഒത്തിരി ആൾക്കാരെ ഉറക്കം കെടുത്തുന്നതിനോടൊപ്പം പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രശ്നമാണ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നാരോയിങ് ഓഫ് ആർട്ടറീസ്. നമ്മുടെ ആർട്ടറീസിൻ്റെ ആ വിഡ്ത്ത് അത് നാരോ ചെയ്തു പോകുന്നതാണ് ഒന്നാമത്തെ റീസൺ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ നടക്കുന്നില്ല. പ്രോപ്പർ ബ്ലഡ് സപ്ലൈ തടസ്സം വരുമ്പോൾ ആർട്ടറീസ് നാരോ ആവുന്നത് വഴിയുള്ള ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടുന്നത് വഴി നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാകാം. പിന്നൊന്ന് നെർവ് കംപ്രഷനുള്ള ആൾക്കാരിലും ഈ മസിൽ ക്രാംസ് കണ്ടുവരാം. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് മിനറൽ ഡിപ്ലീഷൻ. ഇത് കോമൺ ആയിട്ട് പലരിലും ഉള്ളതാണ്. വളരെ നമ്മുടെ മിനറൽ ഡെഫിഷ്യൻസി കൊണ്ട് കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവുള്ളവർ, അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവുള്ളവരിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കുറവുള്ളവരിലും ഈ മസിൽ ക്രാംസ് കാണും. അതുപോലെ കാൽസ്യം കൂടിക്കഴിഞ്ഞാലും ഈ മസിൽ ക്രാംസ് വരാം. അപ്പോൾ ടൂ മച്ചും ടൂ ലിറ്റിൽ കാൽസ്യത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഈ മസിൽ ക്രാംസിലോട്ട് നയിക്കുന്നുണ്ട്. ടൂ ലിറ്റിൽ പൊട്ടാസ്യം, നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ആ പൊട്ടാസ്യത്തിനെ ലഭ്യത കുറയ്ക്കുന്ന, ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കൂടിയ ആൾക്കാർക്ക് ഈ പൊട്ടാസ്യം വേണ്ട രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വഴി നമുക്ക് ഈ മസിൽ ക്രാംസ് വരുന്നുണ്ട്. അതുപോലെ മഗ്നീഷ്യം ഈ മസിൽ കൺട്രാക്ഷന് റിലാക്സേഷനൊക്കെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റാണ്. അപ്പോൾ അത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുന്നതും ഈ നമ്മളെ മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് അൺയൂഷ്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മെയിനായിട്ട് ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ലിവർ സിറോസിസ്, വയറ്റ് വെള്ളം കിട്ടുക, കാല് വെള്ളം കിട്ടുക കണ്ടിട്ടില്ല ലിവർ പേഷ്യൻസിന്. അങ്ങനെയുള്ള ആൾക്കാരിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് രാത്രിയിൽ നിന്ന് പകലൊന്നും തന്നെ ഇല്ല, എപ്പോഴും തന്നെ അവരെ അലട്ടുന്ന ഒന്നാണ് ഈ കോച്ചിപ്പിടുത്തം മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. അതുപോലെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ അൺയൂഷ്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് ഈ മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആൽക്കഹോളിസം, കണ്ടമാനം ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇത് കാണുന്നുണ്ട്. അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും ഇതുപോലെ മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകാറുണ്ട്. പിന്നെ ചില മരുന്നുകൾ, അതായത് നമ്മുടെ സ്റ്റാറ്റിൻ മെഡിസിൻസ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന സ്റ്റാറ്റിൻ മെഡിസിൻസുകൾ പലപ്പോഴും മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ട്. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ചില മെഡിസിൻസിനും മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ട്. അടുത്തൊരു റീസൺ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ഡീഹൈഡ്രേഷൻ. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ ക്രാംസ് വരും. പിന്നെ നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ ഓവർ യൂസ് കൊണ്ടും വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ഈ മസിൽ ക്രാംസ് വരാം. അത് നമ്മുടെ മസിൽസിന് സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടും നമുക്ക് ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് ഓവർ വെയ്റ്റ് ഉള്ളവർ, നെർവ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ എപ്പോഴും തന്നെ കാണുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഇത് എടുത്തു പറയേണ്ട രീതിയിൽ കാണുന്നുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ തൈമിൻ, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ട്. ഈ വൈറ്റമിൻ B1 നമ്മുടെ ഇലക്ട്രോലൈറ്റിനെയൊക്കെ പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇലക്ട്രോലൈറ്റിൻ്റെ ബാലൻസ് കുറവ് പലപ്പോഴും ഇതിന് കാരണമാവുന്നുണ്ടെന്ന്. അപ്പോൾ ആ തൈമിൻ്റെ ഡെഫിഷ്യൻസി മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ട്. കാല് വലിച്ചു കൂടുന്നു, മസിൽ ക്രാംസ് വന്നു എന്ന് ഓർത്ത് നമ്മൾ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് മെത്തേഡ്സ് വഴി വീട്ടിൽ കുറയ്ക്കാൻ പറ്റുന്ന രീതി നമുക്ക് ചെയ്യാം. ഒന്ന് ഈ നാരോയിങ് ഓഫ് ആർട്ടറീസ്, അതായത് പ്രോപ്പർ ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത അവസ്ഥ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു ജിഞ്ചർ കംപ്രസ് മെത്തേഡ് ഇട്ടിട്ടുണ്ട്. ആ കിഴി നമ്മൾ കാലിൻ്റെ പൊസിഷനിലൊക്കെ പിടിക്കുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഡീറ്റോക്സ് സ്ക്രബ് റെസിപ്പി, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നമ്മുടെ കാലിൻ്റെ ഭാഗത്ത്
അത് വെച്ചിട്ട് നമ്മൾ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ ബ്ലഡ് സപ്ലൈക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും അനങ്ങാത്തവരാണ്, ഒട്ടും വർക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടാസ്യം മഗ്നീഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൊട്ടാസ്യം ഡെഫിഷ്യൻസി സ്ട്രെസ്സ് കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും യോഗയൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുക. മഗ്നീഷ്യം ഒക്കെ ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, നട്ട്സ്, ലെഗ്യൂംസ്, സീഡ്സ്, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, വോൾ ഗ്രെയിൻസ്, അയല, ബനാന, ലീഫി ഗ്രീൻ വെജിറ്റബിൾസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഹാരം ഒന്ന് ക്രമപ്പെടുത്തുക. അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് ഈ ഇലക്കറികളും മീനും എള്ളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കൂടുതൽ കാൽസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കൂടുതൽ കാൽസ്യം നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് പലയിടത്ത് പോയി അടിഞ്ഞുകൂടും. അത് മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആ കെട്ടിക്കിടക്കുന്ന ആ കാൽസ്യത്തിൻ്റെ ഒരു ഫ്ലോയ്ക്ക് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മരുന്ന് കഴിക്കുന്നത്, അതായത് ഹൈ BP-ക്കും കൊളസ്ട്രോളിനും ഒക്കെ വേണ്ടി കഴിക്കുന്ന മെഡിസിൻസിലും ഈ ഹൈപ്പോതൈറോയ്ഡ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ചില മെഡിസിൻസ് ചിലരിൽ ഇങ്ങനെ മസിൽ ക്രാംസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്ത് അവരോട് അത് മാറ്റി തരാനോ പോംവഴി ഉണ്ടോയെന്ന് അവരുടെ അടുത്ത് ചോദിക്കാം. പിന്നെ ഡീഹൈഡ്രേഷൻ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും മസിൽ ക്രാംസ് വരും. അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക. അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മസിൽസ്, അത് കാലിൻ്റെ ആ ഭാഗം ടൈറ്റായിട്ടാണെങ്കിൽ നമുക്ക് ഹീറ്റ് വെച്ച് കൊടുക്കുന്നത്, ചൂട് പിടിക്കുന്നത് നല്ലതാണ്. ഇനി പെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഹീറ്റ് കൊടുക്കുക. സോർനെസ് ആണെങ്കിൽ നമുക്ക് ഐസ് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇലക്ട്രോലൈറ്റ് ബാലൻസിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ തേങ്ങാ വെള്ളം, കരിക്കും വെള്ളമൊക്കെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഏത്തപ്പഴം കഴിക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, കോർട്ടിസോൾ ഹോർമോണൊക്കെ അത് കുറച്ച് സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷന് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും ബനാന, ഏത്തപ്പഴമൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഹാര രീതിയിൽ കുറച്ച് മാറ്റം വരുത്തുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ പ്രോപ്പറായിട്ട് മസിൽസിലൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നെർവ് കംപ്രഷൻ ഒക്കെ ആണെങ്കിൽ അതിന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക. മെഡിസിൻസ് വഴിയാണെങ്കിൽ മെഡിസിൻസ് ഏതാണെന്ന് മനസ്സിലാക്കി അത് ഡോക്ടറുടെ അടുത്ത് തന്നെ ചോദിക്കുക. പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ അടുത്തൊരു 7-ാം മാസമൊക്കെ തൊട്ട് ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ അത് ബ്ലഡ് ഫ്ലോയിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ അങ്ങനെ മസിൽ ക്രാംസ് ഉള്ളവർക്ക് എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതാണ്. ആ കാലിൻ്റെ പൊസിഷനിലെങ്കിലും നമ്മൾ എണ്ണ വെക്കുന്നത് പ്രോപ്പർ ബ്ലഡ് സപ്ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും കാരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി കാല് കോച്ചിപ്പിടുത്തം, വലിച്ചുകൂടലൊക്കെ ഉള്ളവർ ഇതിൽ നിന്ന് ഏതാണ് നമ്മുടെ റീസൺസ്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി അതിന് പരിഹാര മാർഗ്ഗം കാണുക. താങ്ക്